ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് പട്ടീനെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ടും കാണണം. ഈ ഫുഡിൻ്റെ കാര്യം ഞാൻ പുറകെ പറയാട്ടോ, ഫുഡിൻ്റെ കാര്യമല്ല എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചേർത്തലയിൽ നിന്നായിരുന്നു സ്ഥിരമായിട്ട് ഫുഡ് വാങ്ങിച്ചിരുന്നത്, ചേർത്തലയിൽ ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇവന് കഴുത്തിലിടാനായിട്ടൊരു ബ്രാസിൻ്റെ ചെയിൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ബ്രാസിൻ്റെ ചെയിൻ വാങ്ങിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ പത്രയിടാൻ വന്ന ആൾ, ഒരു പയ്യൻ വന്നപ്പോഴത്തേക്കും ഇവനെ നടത്താൻ കൊണ്ടുപോയിട്ട് വീടിൻ്റെ വാതിക്ക് സിറ്റ് ഔട്ടിൽ പൂട്ടിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇവൻ നേരെ ഈ ചെയിൻ ഊരിപ്പോയി, ഇവിടുന്ന് ഈ ലോക്കിൽ നിന്ന് ഇത് ഊരിപ്പോയിട്ട് ആളുടെ പുറകെ ഓടി, ആൾ വീടിൻ്റെ അകത്തോടി കയറി. പക്ഷേ ഇവൻ ലാഭമായതുകൊണ്ട് ഇവൻ ആരെയൊന്നും ചെയ്യത്തില്ല, വെറുതെ മേത്തോ ചാടി കയറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാര്യം ഞാൻ ആ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇന്ന പോലെ ഈ ചെയിൻ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി എടുക്കാൻ പറഞ്ഞത് എനിക്കതിലൊരു ഉത്തരവാദിത്വമില്ല എന്നാണ്. 4-5 മാസമായിട്ടുള്ള ഇത് വാങ്ങിയിട്ട്. അപ്പോൾ നേരെ ഡയറക്റ്റ് എൻ്റെ ബ്രദർ ആ ഷോപ്പിൽ ചെന്ന് പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞത് നമുക്കതൊരു ഉത്തരവാദിത്വമില്ല, പോയെങ്കിൽ പോയി, അതാണ് ഇത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഫുഡ് മേടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ റേറ്റിനെ കുറിച്ചോ കാര്യത്തിനെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കില്ല. അപ്പോൾ ഈ ഫുഡ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ള റോയൽ ക്യാനായിരുന്നു ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പ്യൂർ പെറ്റിലേക്ക് മാറ്റി ഇവൻ്റെ വെയിറ്റ് കുറച്ച് പിന്നീട് ഒരു ബെറ്റർ ഓപ്ഷൻ റോയൽ ക്യാൻ അല്ലാണ്ട് നോക്കിയപ്പോഴത്തേക്കും ക്യാനിങ് ക്രീക്ക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാഗ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കണ, ഞാൻ ഈ പറഞ്ഞ ഈ ചെയിൻ പൊട്ടിപ്പോയപ്പോഴത്തേക്കും അത് നമ്മുടെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ ഈ കടയിലെ ആൾ പറഞ്ഞത് 2800 രൂപ പ്ലസ് ആണ് പറഞ്ഞത്. 2850 താഴെ എന്തോ പറഞ്ഞ റേറ്റാണ് പറഞ്ഞത്. അതിൻ്റെ MRP വരുന്ന റേറ്റ് 2850. ഈ ഷോപ്പ് വരുന്ന ഇനിയിപ്പോൾ കുറേ ഷോപ്പുകളുണ്ടല്ലോ, ബെസ്റ്റ് ഷോപ്പുകൾ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് കുറ്റം പറയുന്നില്ല. ഈ ഷോപ്പ് വരുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഹിൽ ടോപ്പ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പാരഡൈസ് തിയേറ്ററിൻ്റെ അവിടത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു സൈഡിലുള്ള ഒരു പെറ്റ് ഷോപ്പാണ്. ആവറേജ് എല്ലാ പെറ്റ് ഷോപ്പിലും സെയിം റേറ്റ് തന്നെ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡിന് 2450 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ചേർത്തല ഈ ഷോപ്പിൽ വിൽക്കുന്ന റേറ്റ് പറഞ്ഞാൽ 2800 രൂപയാണ് ഏറ്റവും ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ റേറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നേരെ ഒരു പെറ്റ് ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഇതിൻ്റെ റേറ്റ് 2450 രൂപയാണ് അവർ പറഞ്ഞത്. 2450 രൂപയ്ക്ക് ഡെലിവറി ചാർജ് ഇല്ല. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനം തരും. ഞാനിത് വീട്ടിലല്ല വന്നത്, ഇത് ബ്രദർ വർക്കുന്ന ബാങ്കിലാണ് വന്നത്. കാരണം ഞാനിവിടെ വീട്ടിൽ ഇല്ലായിരുന്നുകൊണ്ടാണ് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ നമ്മൾ ഇത്രയും നാളായിട്ട് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ഷോപ്പിൽ നമുക്ക് ഇത്രയും റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് റേറ്റിൻ്റെ ചേട്ടാ എന്താ ഇത്രയും റേറ്റ് എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ, അപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവർ തരുന്ന ബില്ല് GST ഉണ്ടാകത്തില്ല, GST ഉൾപ്പെടെ എല്ലാവർക്കും അവർ തരുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ 2450 രൂപയ്ക്ക് ഇവർ തന്നെ സാധനം അവർക്ക് കിട്ടുന്ന റേറ്റിലായിരിക്കും വരുന്നത് അല്ല. അപ്പോൾ എത്ര രൂപയാണ് ഈ പെറ്റ് ഷോപ്പുകാർ നമ്മളെ നിന്ന് മേടിക്കണം എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ഥിരമായിട്ട് പെറ്റ്സിന് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഫുഡ് മേടിച്ച ആ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ വെച്ചേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാം. നമ്മുടെ ബില്ലില്ല റേറ്റ് കാണിച്ചു കൊടുത്തു, 2450 രൂപ കാണോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം.